അതിനുശേഷം ലുവാൻ അവളുടെ കേക്ക് ഉണ്ടാക്കുന്ന ക്ലബ്ബിൽ ആൾക്കാരെ വിളിച്ചെടുത്തുമ്പോഴാണ് അവിടെ വരുന്നവരെല്ലാരും കൂടെ ഇവിടെ വന്ന റെന്നെ കണ്ടുമുട്ടെന്ന് പറഞ്ഞിട്ടാ ഈ ക്ലബ്ബിൽ ചേരാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളും റെന്നിനെ കാണാൻ ഇവിടെ വരണ്ട, കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെ മാത്രം വന്നാന്ന് അറിഞ്ഞിട്ട് ഇവളെല്ലാരോടും പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം റെൻ അവിടേക്ക് ഇവളെ കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെ അത് കണ്ട് അവളാണ് ഷോക്കായിട്ട് ഇവനെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നെന്ന് അറിഞ്ഞ് ഇവരിതിനു മുമ്പ് സംസാരിച്ച് ആലോചിച്ച് നോക്കും. അതായത് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അവനെ സൈനിട്ട് തരാൻ പറഞ്ഞപ്പോ അവനാണ് അങ്ങനെ അവൻ സൈനിട്ട് ആരെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്നറിഞ്ഞ് അവൻ സമ്മതിച്ചാണത്തില്ല. പക്ഷെ അവൾ അവനോട് കുറെ കെഞ്ചി കാണും. ഇത് കാരണം അവളുടെ പരീക്ഷയുടെ മാർക്ക് തന്നെ കുറയാന്ന്. അങ്ങനെ എവിടെ പോയാലും ഇവന്റെ പേരും പറഞ്ഞ് ഇവളെ കളിയാക്കുമെന്ന് അറിയുമ്പം അവനാണ് ഇവളുടെ മാർക്ക് എത്രയെന്ന് ചോദിച്ചു മനസ്സിലാക്കും. അതോടെ അവന് പിടികിട്ടി ഇനിയിപ്പോ ഇവന്റെ പേര് പറഞ്ഞ് കളിയാക്കിയാലില്ലെങ്കിലും ഇവൾക്ക് നല്ല മാർക്ക് കിട്ടത്തില്ലെന്ന്. അങ്ങനെ അവൻ കളിയാക്കി വിട്ടതൊക്കെ ആലോചിച്ചിട്ട് ഇവളും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവൻ വീണ്ടും ഇവളുടെ പുറകെ തന്നെ വന്നോണ്ട് ഇവനൊരു സഹായം വേണമെന്നറിയും. അങ്ങനെ ഇവൾക്കൊരു സീനിയർ ലാബൊക്കെ പഠിപ്പിച്ചു തന്നോണ്ടിരിക്കുക. അതുകൊണ്ട് ഇവൻ ഇവളുടെ കൂടെ ചേർന്ന് പഠിക്കണം എന്ന് പറയുമ്പം അവളാണ് ഇവൻ എന്തിനാ അതൊക്കെ പഠിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോഴാണ് അവളാണ് എങ്കിൽ പിന്നെ അവള് പറഞ്ഞ പോലെ മറ്റേ ഡോക്യുമെന്റ് സൈൻ ഇടാൻ വേണ്ടി പറയും. കാരണം ഇപ്പൊ തന്നെ എല്ലാരും ഇവളെ നോക്കുമെന്ന് അറിഞ്ഞ് അവള് കുറച്ച് നാണിച്ചൊക്കെ ഇരിക്കുമ്പം ഇവനാണ് ചിലപ്പോൾ നിന്നെക്കാണ് സെലിബ്രിറ്റി പോലെ ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാരും വായി നോക്കുന്നതെന്ന് അറിയും. അതിനുശേഷം അവൾ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞ് അവസാനം അവനെ വിളിച്ചോണ്ട് ലാബിലേക്ക് ചെല്ലും. അങ്ങനെ മറ്റുള്ളവരെ പോലെ നമ്മുടെ സീനിയർ നമ്മളെ കുറിച്ചൊന്നും സംസാരിക്കത്തില്ലെന്ന് അറിഞ്ഞ് അവൾ കുറച്ച് ഷോയെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവളെ കണ്ടിട്ട് സീനിയറാണ് കൂടെ നിൽക്കുന്നവരെ ബോയ് ഫ്രണ്ട് ആണോ ചോദിക്കും. അതോടെ അവനാണ് ഷോക്കായിട്ട് ഇവനാണോ സൈലന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് അറിഞ്ഞ് അവളെ ചോദ്യം ചെയ്യും. അതിനുശേഷം സീനിയർ ഇവർക്ക് രണ്ടുപേർക്ക് പാടെടുക്കുമ്പോഴാണ് ഇത് കാണുന്ന ലുവാനാണ് ഇവൻ ഈ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞയക്കണേ, ഇവനെ ചോരയെ കാണിച്ച് പേടിപ്പിച്ചാലേ പറ്റത്തുള്ളെന്ന് അറിഞ്ഞ് അവൾ സ്വപ്നം കണ്ടു നോക്കും. അങ്ങനെ അതിനുശേഷം അവളും അതേപോലെ ഇവനെ ചോരയെ കാണിച്ച് പേടിക്കാൻ പറഞ്ഞ് അവന്റെ അടുത്ത് ഹാർട്ടൊക്കെ കുത്തിക്കേറി പഠിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവനാണ് ഇതെന്തോ സംഭവം എന്നറിഞ്ഞ് അതിന്റെ ഓരോ പാർട്സും ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കും. അതോടെ ഇവളാണ് ചമ്മി പോയിട്ട് നിനക്ക് ഇത് കണ്ടിട്ട് ഷർദിലൊന്നും എടുക്കാൻ തോന്നുന്നില്ല, ആദ്യം കാണുമ്പോൾ ഷർദിൽ എടുക്കുമല്ലോ ആരായാലും എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഷർദിലൊന്നും വരുന്നില്ലെന്ന് അറിയാം. അപ്പോഴാണ് സീനിയറും ഇവൻ ആദ്യം ഇതിനും പോറാശി ഛർദ്ദിച്ചിട്ടുണ്ടെന്ന് അറിയാം. അത് ക്യാൻറ്റീനി ഇവനൊരു സർജറിയെ കുറിച്ച് നോക്കുമ്പോഴായിരിക്കും അറിയാതെ റെൻ അത് കണ്ട് വോമിറ്റ് ചെയ്ത്. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് ലുവാനാണ് എങ്കിൽ പിന്നെ അവൻ ഛർദ്ദിച്ച വീഡിയോ CCTV കിട്ടുമല്ലോ, എനിക്കത് മതി, ഇവൻ അത് പറഞ്ഞ് എനിക്ക് ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ ഡോക്യുമെന്റ് സൈൻ എടുപ്പിക്കാം എന്നിന് ഇവളൊരു മാസ്റ്റർ പ്ലാൻ ചെയ്യും. അങ്ങനെ അതിനുശേഷം അനാറ്റോമി ക്ലാസ്സിന് 2 ക്ലാസ്സും കൂടെ ഒരുമിപ്പിക്കുമ്പോഴാണ് ടീച്ചറും ഇന്ന് ഇവരെ 3 പേരായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറ്റി അവരെ ചോദ്യം ചെയ്യാൻ പോകുന്ന പറയുമ്പം ആ ലിസ്റ്റ് ലുവാന്റെ ടീമിൽ വരുന്ന റെന്നും ആൻജീഷനായിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് തകർന്നു പോയിട്ട് ഞാൻ ഇവന്മാരുടെ കൂടെ തന്നെ ടീമിലാകണം എന്നറിഞ്ഞ് അവളിവിടെ സ്തംഭിച്ചോയി നിൽക്കും. അങ്ങനെ അതിനുശേഷം ടീച്ചർ ആദ്യം തന്നെ ലുവാനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവളും ടീച്ചറിനോട് ആൻസർ പറയാൻ വേണ്ടി വരും. അങ്ങനെ ഇവൾക്ക് ആൻസർ അറിയാമെങ്കിലും അവൾക്കത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അവള് ടെൻഷനായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അടുത്തിരുന്ന ആൻജീഷാനും അവൾക്ക് ഒരു ആൻസർ അവനങ്ങ് പറയും. അങ്ങനെ അതോടെ ടീച്ചറും ഇവൾ ഇരിക്കാൻ പറയുമ്പോഴാണ് ലുവാനാണ് എന്നോട് വേറൊരു ചോദ്യം കൂടെ ചോദിക്കും ടീച്ചർ എന്ന് പറഞ്ഞ് ഇവൾ ടീച്ചറിനോട് പറയും. അതോടെ ടീച്ചറും ഇവളോട് അടുത്ത ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് അതിന്റെ ഉത്തരം അറിയാമെങ്കിലും അവൾക്കത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അതുകൊണ്ട് ടീച്ചറാണ് ചുമ്മാ നീ പഠിച്ച പോലെ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ ഇരിക്കാൻ പറയുമ്പം അവൾ എനിക്ക് ആൻസർ അറിയാന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് വേറെ പിള്ളേരൊക്കെ ഇവളെ കളിയാക്കാൻ തുടങ്ങുമ്പം റെന്നാണ് ചാടി എഴുന്നേറ്റിട്ട് അവൻ ടീച്ചറിനോട് ഡൗട്ട് ചോദിക്കും. അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമെന്ന് ഇവൻ ചോദിക്കുമ്പം ടീച്ചർ ഇവർക്ക് ആർക്കായാലും ഇവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവിടുന്ന് ഒരു പെങ്കൊച്ചും ഇത് ഔട്ട് ഓഫ് സിലബസ് ആന്ന് പറയുമ്പം ഇവൻ അതൊക്കെ ബുക്കിലുണ്ട്, അതുകൊണ്ട് നിനക്ക് പോലും അറിയത്തില്ലെങ്കിൽ നീ മറ്റുള്ളവരെ ചുമ്മാ കളിയാക്കലെന്ന് പറഞ്ഞ് അവൻ അവളെ അങ്ങ് ഡാമേജ് ചെയ്യും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ലുവാൻ അപ്പം തന്നെ വിഷമിച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ആൻജീഷൻ ഇവളെ സമ്മാനപ്പെടുത്താൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടേക്ക് നിന്റെ ഗേൾ ഫ്രണ്ട് ലിയാങ് ആണ് അവളെ സമ്മാനപ്പെടുത്താൻ നമ്മൾ പഴയതുപോലെ ഒന്നല്ലെന്ന് പറഞ്ഞ് അവളെ തൽക്കാലം ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി പറയും. അതിനുശേഷം റെന്നാണ് അവളെ സമ്മാനപ്പെടുത്താൻ വേണ്ടി വരുമ്പോഴാണ് അവളും കളിയാക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അല്ല എനിക്ക് വിശ്വാസമുണ്ട് നിനക്ക് ആൻസർ അറിയായിരുന്നെന്ന്, അതുകൊണ്ട് നിന്റെ പേടി എന്തുകൊണ്ടാ നീ മാറ്റി വെക്കാത്ത, നീ ആൻസർ പറയത്തോണ്ട് എനിക്ക് വിഷമായി എന്ന് ഇവൻ പറയുമ്പോഴാണ് അവളും ഞാൻ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഞാനല്ല വിഷമിക്കണ്ട, നീ എന്തിനാ വിഷമിക്കണം, കൂടാതെ ഇതിന്റെ കാരണം നീയാ, നമ്മൾ തമ്മിലുള്ള റിലേഷൻ എല്ലാരും തെറ്റിദ്ധരിച്ചോണ്ടാ എനിക്ക് മൊത്തത്തിൽ സ്ട്രെസ്സായി പോയി ഇതെല്ലാം മറന്നുപോയ എന്ന് അവള് വിഷമിച്ച് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഡോക്യുമെന്റ് ഞാനിപ്പോ സൈൻ ഇടാന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ചോണ്ട് പോകും. അതിനെ ഷവളാണ് ഈ ഡോക്യുമെന്റ് എഴുതിയേക്കുന്ന വിവരിച്ചവനോട് പറയും അതായത് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് രണ്ടുപേരും എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അടുത്തതായിട്ട് രണ്ടുപേരും തമ്മിൽ ഒരിക്കലും ഇനി കണ്ടുമുട്ടാതെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിച്ചോ എന്നറിഞ്ഞ് ഇവളാക്കാർ ഇവനോട് പറയുമ്പം ഇത് കേട്ട് ഇവനാണ് ഓക്കെ ഞാൻ സൈൻ ഇടാം, പക്ഷെ നമ്മൾ ഒരേ ക്ലാസ്സിൽ പോകുന്നോണ്ട് അങ്ങനെ കണ്ടുമുട്ടാമെന്ന് ഇരിക്കത്തില്ല, അതിന്റെ കൂടെ തന്നെ ഞാൻ വൊമിറ്റ് ചെയ്ത വീഡിയോ നീ പോയി തപ്പി കണ്ടുപിടിക്കല്, അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ സൈൻ ഇടുന്നത്, അതുകൊണ്ട് അത് നീ ഓർമ്മ വെച്ചോ എന്ന് ഇവനും പറയുമ്പം അവളും തീർച്ചയായിട്ട് ഈ കാര്യം ആരോടും പറയത്തില്ലെന്നറിഞ്ഞ് ഇവ രണ്ടുപേരും ഡോക്യുമെന്റ് സൈൻ ഇടും. അതിനുശേഷം അവനാണ് അവളോട് ലുവാൻ ഒരു ഇനി എപ്പോഴെങ്കിലും
എങ്ങനെയെങ്കിലും നീ എന്നോട് സ്നേഹത്തിൽ വീണു പോയാലോ? ഈ ഡോക്യുമെന്റ് സൈനിട്ട് ആലോചിച്ച് നീ വിഷമിക്കത്തില്ലല്ലോ എന്നിട്ട് അവൻ ചോദിക്കുമ്പം അവളാണിത് ഒരിക്കലും സംഭവിക്കത്തില്ലെന്നറിഞ്ഞ് ഇവൻ അത്രയ്ക്കൊന്ന് ആലോചിച്ചുകൊണ്ടെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവൻ ഡോക്യുമെന്റ് സൈനിട്ട കാര്യം ഇവളുടെ കൂട്ടുകാരോട് പറയുമ്പം അവളാണ് ഇത്രയും ദിവസം സൈനിടാതെ അവൻ ഇന്ന് മാത്രം അങ്ങനെ സമ്മതിച്ചും ചോദിക്കും. അപ്പോഴാണ് ലൂവാൻ അവളോട് പറയാൻ വരും മറ്റു വോമിറ്റ് ചെയ്ത വീഡിയോ ഇവൾ കണ്ടുപിടിക്കുന്ന പേടിച്ചിട്ട് അവൻ സൈനിട്ടേന്ന്. പക്ഷെ അവനോട് വാക്ക് കൊടുത്തോണ്ട് ഇവൾക്ക് കൂട്ടുകാരോട് പോലും ആ കാര്യം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ നല്ല പയനാന്നറിഞ്ഞ് ഇപ്പൊ ഇവളോട് പറയുമ്പം അവളുടെ കൂട്ടുകാരാണ് ഷോക്കായിട്ട് നല്ല പയനാ, നീ ഇനി അവനോട് ഇഷ്ടത്തിലെല്ലാം വീണു പോയോ എന്നിനെ കൂട്ടുകാരൻ ചോദിക്കുമ്പം ലൂവാൻ അതൊന്നുമല്ല, അവൻ ജസ്റ്റ് ഒരു നല്ല പയ മാത്രമേ അറിയും. അതിനുശേഷം ഇവള് ലാബിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ റെന്നെ കണ്ട് അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ തമ്മിലൊരു ബന്ധമില്ലെന്ന് ആദ്യം നീ പറ എന്നിട്ട് ഞാൻ പറയാന്നറിഞ്ഞ് ഇവളിപ്പോ അവനോട് പറയും. അതിനുശേഷം നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടണ്ടെന്നറിഞ്ഞ് ഒരു കണ്ടുമുട്ടിയാലും അവോയ്ഡ് ചെയ്യാൻ ഞാൻ കില്ലാടിയാന്നറിഞ്ഞ് അവനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇത് കേട്ട് അവനാണ് ഒന്നും പറയാതിരിക്കുമ്പം അവളാണ് പേടിച്ചിട്ട് എടാ നീ സൈനിട്ടെല്ലാം മറന്നുപോയോ എന്നിന് അവള് ചോദിക്കുമ്പോഴാണ് അവൻ ഇപ്പൊ തന്നെ എല്ലാവരോടും പറയാന്ന് അവന്റെ ഫോൺ എടുക്കും. അതേസമയം ഇവന്റെ കസിനാണ് ഇവരെ പുറത്തിരുന്ന് ഒളിഞ്ഞു നോക്കുമ്പം അത് കാണുന്ന ലൂവാനും ഇവൾ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതോടെ അവളാണ് നാണിച്ചിട്ട് നിന്റെ സീനിയർ എന്റെ ലവറാന്നറിഞ്ഞ് അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പം അവിടേക്ക് വരുന്ന റെന്നാണ് ചുമ്മാ അനാവശ്യം പറയാതെ അവൻ എപ്പോഴും നിന്റെ ബോയ് ഫ്രണ്ട് ആയും ചോദിക്കും. കാരണം ഇവൾ സെറ്റാക്കാൻ നോക്കുന്നേ ഉള്ളു, ആ സീനിയർ ഇതുവരെ വീണില്ല. അതുകൊണ്ട് സീനിയറാണ് ഇത് കേട്ട് അടുത്തേക്ക് വന്നിട്ട് എടി നീ എങ്ങനെയാടി വീണ്ടും അകത്തേക്ക് കയറിയ, നീ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ID കാർഡൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നില്ല എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ അത് നീ ആയിരുന്നാ ചെയ്തത്, കുഴപ്പമില്ല ഞാൻ എന്റെ കസിന്റെ ID കാർഡ് യൂസ് ചെയ്ത് നിന്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഞാൻ ഫോൺ വാങ്ങിച്ചു തരും, കാരണം നിന്റെ ചാറ്റ് ചെയ്യാൻ പോലും ഒരു ഫോണില്ല, പിന്നെ എങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന എന്നിന് ഇവളും ചോദിക്കുമ്പം അവനാണ് ഇവളെ മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. എന്നിട്ട് അന്ന് വൈകിട്ട് ലൂവാനും കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ അറിയാൻ വരുന്ന അതായത് റെന്നിട്ട പോസ്റ്റ് എല്ലാവരും തെറ്റാക്കി മനസ്സിലാക്കിയെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ അപ്പം തന്നെ റെന്ന് നേരിട്ട് കാണുമെന്നറിഞ്ഞ് അവിടേക്ക് വിളിച്ചെടുത്തും. അതിനുശേഷം അവൻ ഇരിക്കാൻ വേണ്ടി ഒരു സാധനം കൊടുത്തിട്ട് അവൻ അങ്ങ് ഡിസ്റ്റൻസിൽ തന്നെ ഇരിക്കാൻ വേണ്ടി പറയും. കാരണം ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അവൻ ആദ്യം പോസ്റ്റ് ചെയ്തപ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് എല്ലാവരും കൂടെ ഇവർ തമ്മിൽ സീക്രട്ടായിട്ട് ബന്ധം വെക്കാൻ വേണ്ടിയാ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ കാര്യം പറയുന്നതെന്ന് പറഞ്ഞ് അവരങ്ങനെ തെറ്റിരിച്ചാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ലൂവാൻ കൺഫ്യൂസ് ആയിരിക്കുമ്പം അവനാണ് എങ്കിൽ പിന്നെ നമ്മുടെ പ്ലാൻ ഫ്ലോപ്പ് ആയാൻ ചോദിക്കും. ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് എടാ നിനക്ക് വേറൊന്നും പറയല്ലേ, നീ എന്റെ പ്ലാൻ അനുസരിച്ച് ഇതൊക്കെ പറയുന്നത്, നീ വലിയ ബുദ്ധിയൊക്കെ അല്ലേ, നിന്നെ കൊണ്ട് പുതിയ പ്ലാനൊക്കെ ഒപ്പിക്കാൻ പറ്റത്തില്ല എന്നിന് ഇവൾ ചോദിക്കുമ്പം അവന് പഠിത്തത്തിലേ പറ്റത്തുള്ളൂ, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും അവൻ എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയും. വേണേ ഞാൻ കുറച്ച് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പം ഇവൻ പോയ കുറച്ച് സമയം കഴിഞ്ഞ് തന്നെ ഇവൾക്കൊരു പാർസൽ തരും. അതിനുശേഷം അവളും എനിക്കാരും ഇത്രയും വലിയ പാർസൽ അയച്ചെന്ന് പറഞ്ഞ് അവൾ അത് ഒറ്റയ്ക്ക് ബുക്കെടുത്തോണ്ട് വരാൻ നോക്കുമ്പം വേറൊരു പയ്യനാണ് പെട്ടെന്ന് ഇവളെ സഹായിക്കും. അപ്പോഴാണ് അവൾ സന്തോഷിത്തി ദൈവമേ ഞാൻ കഷ്ടപ്പെടുന്ന കണ്ട് നിങ്ങളാണ് ഇവനെ പറഞ്ഞയച്ചത് എന്നിന് അവൾ ഹാപ്പി ആയിട്ട് അവന്റെ ഹെൽപ്പോടെ ആ സാധനം ഇവളുടെ ബേക്കിംഗ് ക്ലബിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതൊരു സോഫയായിരിക്കും. അപ്പോഴാണ് അവൾ അത് കണ്ട് ഇത് റെന്നിന് വേണ്ടി വന്ന സോഫയാന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് അവനെ വിളിച്ച് ഈ കാര്യം പറയുമ്പോഴാണ് അവനാണ് തൽക്കാലം സോഫയ്ക്ക് സ്ഥലമില്ല, അതുകൊണ്ട് ഇവളുടെ റൂമിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. പക്ഷെ സത്യത്തെ അവൻ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, കാരണം അവളുടെ ബേക്കിംഗ് ക്ലബിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനെ അവളായിട്ട് ഫോൺ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവന്റെ കൂട്ടുകാരനാണ് ആരുടെ അടുത്താളി എത്ര സമയം സംസാരിച്ചെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരും. അപ്പോഴാണ് റെന്നും ജസ്റ്റ് റോങ് നമ്പറാന്ന് പറഞ്ഞ് ഇവ സൈലന്റ് ആയിട്ടിരിക്കുമ്പം അവന്റെ കൂട്ടുകാരൻ അത് ലൂവാനാന്ന് മനസ്സിലാക്കിയിട്ട് എന്നോട് തന്നെ 15 മിനിറ്റ് സംസാരിക്കത്തില്ല, പക്ഷെ നീ അവളോട് 15 മിനിറ്റ് സംസാരിച്ചെങ്കിൽ നിനക്ക് അവളോട് എന്തോ ഫീലിങ്സ് ഉണ്ടെന്ന് ഇവനും പറയും. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ റെന്നാണ് അവർ തമ്മിലിട്ടൊരു കോൺട്രാക്റ്റിനെ കുറിച്ച് ഇവനോട് പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഇവൻ ഓൺലൈനിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടും അതാരും മനസ്സിലാക്കുന്നില്ല, വേറെ എങ്ങനെ ഈ പ്രശ്നം സോൾവ് ആക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവന്റെ കൂട്ടുകാരനും അപ്പൊ സത്യത്തിൽ നിനക്ക് അവളുടെ അടുത്ത് നകന്നോണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം റെന്നാണ് കോൺട്രാക്ട് അനുസരിച്ച് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയും. അതിനുശേഷം ഇവിടെ ലൈബ്രറി വെച്ച് ലൂവാനാണ് ആൻജീഷനെ കണ്ടുമുട്ടുമ്പോഴാണ് അവനും ഞങ്ങൾ കപ്പിൾസ് ആയതുകൊണ്ട് നീ ഞങ്ങളുടെ അടുത്ത് നകന്നോണ്ടെന്നറിഞ്ഞ് അവളെ വീണ്ടും ക്ലോസ് ആക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവൾക്കാണ് ഇപ്പൊ അതുപോലെ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തായാലും എല്ലാവരും ഒരേപോലെ നിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾക്കിനി ഇവരുടെ ഒരു മൂന്നാമത്തെ ആളായിട്ട് നിൽക്കാമെന്ന് പറയും. അതുകൊണ്ട് എന്നെ കുറിച്ച് വിഷമിക്കുന്ന ഭേദം നീ നിന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഇവൾ അഡ്വൈസ് ചെയ്യുമ്പം അതേസമയം റെന്നാണ് ഇവൾക്ക് മെസ്സേജ് അയച്ച് അവൾ ഇപ്പൊ തന്നെ ഫേസ് ടു ഫേസ് കാണാൻ വേണ്ടി വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവളും അവനയച്ച ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളും പേടിച്ച് പതുങ്ങിയായിരിക്കും അവനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോഴാണ് അവൻ അവളോട് ഓ നീ ഒന്ന് പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ആരും വരത്തില്ല, കാരണം ഞാൻ പക്ക മാപ്പ് ഇട്ടിട്ട നമ്മൾ സംസാരിക്കാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ച് എന്നിന് അവനും കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇവളാണ് അതിന്റെ ഷോക്കായിട്ട് എന്റെ അമ്മോ നീ ഇതിനു വേണ്ടി ഇത്ര വലിയ പ്ലാനൊക്കെ ചെയ്തോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചായിരുന്നു, അവൻ എനിക്കൊരു ഐഡിയ പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കണമെങ്കിൽ അതിന് നമ്മൾ രണ്ടുപേരും ആരെങ്കിലും ഒരാള് വേറൊരു പുതിയ ബന്ധത്തിന് എങ്ങനെയൊക്കെ സെറ്റാക്കണം, അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഒരാള് പുതിയ ലൈനെ സെറ്റാക്കുവാണ് നമ്മളെ കുറിച്ച് പിന്നെ ആരും സംസാരിക്കത്തില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളാണ് എങ്കിൽ പിന്നെ ഇവൻ വല്ല ഗേൾഫ്രണ്ടിനെ സെറ്റാക്കാൻ പോകണം ചോദിക്കും. അപ്പോഴാണ് അവനും ഹേ ഞാൻ ആ പരിപാടിക്കില്ല, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഞാൻ സെറ്റാക്കി തരാം,
നിനക്ക് ഇഷ്ടപ്പെട്ട ആരാന്ന് പറഞ്ഞാൽ മതി, അവന് പെട്ടെന്ന് തന്നെ സെറ്റാക്കണം. എന്നിട്ട് ഇവനും പറയുമ്പം അവൾക്ക് തൽക്കാലം ആരും ഇഷ്ടമല്ലെന്ന് പറയും. അപ്പോഴാണ് അവനും, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിനക്ക് എങ്ങനത്തെ പയ്യന്മാരെ ഇഷ്ടം എന്നറ, ഞാൻ കണ്ടുപിടിച്ച് ഒരു 20 പയ്യന്മാരെ നിന്റെ ഫ്രണ്ടിൽ നിർത്താം. അതിനുശേഷം ആരെങ്കിലും ഒരാൾ നീ സെലക്ട് ചെയ്ത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവള് പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അവൻ കുറച്ചുപേരെ കണ്ടെത്തി ഇവളെ വീണ്ടും തുണി വാഷ് ചെയ്യാൻ സ്ഥലത്തേക്ക് വിളിച്ചെടുത്തുമ്പോഴാണ് അവൻ ഇവളുടെ ഫയൽസ് കൊടുത്തിട്ട് ഇതിനകത്ത് ഇവള് പറഞ്ഞ പോലെ ഒരു 20 പേര് ലിസ്റ്റായിട്ട് അവൻ എടുത്തു വെച്ചേക്കോന്ന് അറിയും. അപ്പോഴാണ് ആ ലിസ്റ്റിലും ഇവന്റെ ഫോട്ടോ ഉള്ള. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട്, ഇനിയിപ്പോ ഈ ചാൻസ് യൂസ് ചെയ്ത് നീ എന്നെ സെറ്റാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കുമ്പം അവനാണ് അതുകൊണ്ടൊന്നല്ല, ഇവള് പറഞ്ഞ ഡീറ്റെയിൽസ് ഇവനും കൂടെ ചേരുന്നുണ്ടാ, ഇവന്റെ ഇൻഫർമേഷൻ അതിനകത്ത് വെച്ചെന്ന് പറയും. അതിനുശേഷം അവളാണ് അവനെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് അവസാനം വേറൊരുത്തിനെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇതിനുമുമ്പ് ആ പാർസൽ എടുത്തു വെക്കാൻ സഹായിച്ച അവനായിരിക്കും അത്, അവന്റെ പേര് വാങ്. അങ്ങനെ അവനെ തന്നെ ചൂസ് ചെയ്യുമ്പം ഇവനാണ് ജലസായിട്ട്, എക്സ്ക്യൂസ് മീ, എന്റെ പ്രൊഫൈലും കൂടെ നോക്കണം, നീ എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞ, ഇവരെക്കാളും ഞാനാണ് ബെസ്റ്റ്. എന്നിട്ട് അവൻ പറയുമ്പോൾ തന്നെ അവളും, സോറി ഞാൻ ഈ പയ്യനെ സെലക്ട് ചെയ്ത്, എനിക്ക് വാങ്ങിനെ മതി, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സെറ്റ് ആകാൻ നീ വേണം ഐഡിയ പറഞ്ഞുതരാൻ. എന്നിട്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് വേറൊരു പയ്യന് തുണി കഴുകാൻ വേണ്ടി വരും. അങ്ങനെ അതോടെ ഇവരാണ് പേടിച്ച് സൈലന്റ് ആയിട്ടിരിക്കുമ്പം അവൻ പോയതിനു ശേഷം ഇവനാണ് കുറച്ച് അസൂയോട് ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളും, അത് പറഞ്ഞപ്പോൾ ഇവന്റെ ഫേസിൽ എന്തോ സന്തോഷമില്ലാത്ത, ഒരു വാങ്ങിനെ സെറ്റ് ചെയ്യാൻ ഞാൻ ഇവന്റെ സഹായം ചോദിച്ചോണ്ടാണ്. എന്നിട്ട് ഇവൾ ഇവിടുന്ന് തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.